മനോരമയുടെ സർവേയിൽ ചില കുഴപ്പങ്ങളെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പക്ഷേ അതിൽ പറഞ്ഞേക്കണ മറ്റൊരു വിഷയത്തെക്കുറിച്ച് കൂടിയാണ് നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന മനോരമ വളരെ ഉദാരമനസ്കത കാണിച്ചിട്ടുണ്ട്. അത് NDAയോടാണ്, BJPയോടാണ്. കാരണം അവർ കേന്ദ്രത്തിൽ തന്നെ ഭരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ പല ബിസിനസ്സുകളും, MRF അടക്കം മനോരമ അടക്കം പല ബിസിനസ്സുകളുമുള്ള ആളുകൾ എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി ഒന്ന് സുഖിപ്പിക്കാതെ വയ്യ എന്നുള്ളത് മനോരമയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മനോരമ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NDA ഇത്തവണ അതിഗംഭീരമായിട്ടുള്ള വിജയം നേടും എന്നുള്ളതാണ്. 17% വോട്ടുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതവരെത്തിയാലും ഇല്ലെങ്കിലും അടുത്തത് പറഞ്ഞേക്കുന്നത് 1 മുതൽ 5 വരെയുള്ള സീറ്റുകളിലേക്ക് നേടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിൽ എന്തോ ഒരു കാരണം കൊണ്ടിട്ട് ശോഭാ സുരേന്ദ്രനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം മനോരമയുടെ സർവേ പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് പത്മജ വേണുഗോപാൽ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞേക്കുന്നത്. മധ്യ കേരളത്തിൽ നിന്ന് അത് മാത്രമേ ഭാഗ്യത്തിന് പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ എറണാകുളത്തുള്ള 1-2 സീറ്റുകൾ TJ വിനോദ് തോൽക്കുമെന്നും 2020 ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നും ഒക്കെ കൂടി പറയാമായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിക്കുന്ന ആതിരാടി നായരോ അല്ലെങ്കിൽ അഞ്ജലി നായരോ ഒക്കെ തന്നെ ജയിക്കും തൃപ്പൂണിത്തുറയിൽ നിന്ന് വേണമെങ്കിൽ മനോരമയ്ക്കൊന്ന് എഴുതാമായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തേക്ക് മനോരമയുടെ സർവേകളിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള പല പ്രവചനങ്ങളൊക്കെ വന്നിരുന്നു. കാരണം മുഹമ്മദ് റിയാസ് അവിടെ 8 നിലയിൽ പൊട്ടുമെന്നും അഡ്വക്കേറ്റ് PM നിയാസ് അത് അവിടെ നിന്ന് മനോഹരമായി 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നൊക്കെ എഴുതി വെച്ചിരുന്നു. എന്തായാലും ഇത്തവണ അത്ര വലിയ ധൈര്യം ഈ പറയുന്ന പോലെ ചെയ്തിട്ടില്ല, മനോരമ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മനോരമ ചെറിയ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും 5 സീറ്റുകൾ BJPക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സീറ്റുകളിൽ ഒരെണ്ണം നമ്മൾ ഊഹിക്കുന്നത് മഞ്ചേശ്വരമായിരിക്കും. കാരണം ഓരോ സീറ്റുകളും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരെണ്ണം മഞ്ചേശ്വരമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് തീർച്ചയായിട്ടും നമുക്കറിയുന്ന പോലെ പത്മജ വേണുഗോപാലിനെയാണ്. പാലക്കാട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് മധ്യ കേരളത്തിലും ഈ പറയുന്ന പോലെ മലബാർ മേഖലയിൽ നിന്നും അതുപോലെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞേക്കണം 2 സീറ്റുകൾ. ഇനി ബാക്കിയുള്ള 3 സീറ്റുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ പോലും അത് എവിടെ നിന്നാണ് എന്താണ് എന്നുള്ളതൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ 1 ജയിക്കും, അതാണ് മിനിമം 1 എന്ന് പറഞ്ഞേക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. രണ്ടാമത്തേത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇനി V മുരളീധരൻ അവിടെ നിന്ന് ചെയ്തേക്കും, കഴക്കൂട്ടത്ത് നിന്ന് ചിലപ്പോൾ വിജയിച്ചേക്കും അല്ലെങ്കിൽ വിജയിക്കണം എന്ന് മനോരമയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് V മുരളീധരൻ വിജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി മൂന്നാമതൊരു സീറ്റ് കൂടി എവിടെ നിന്ന് കണ്ടെത്തും എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. ആ മൂന്നാമത്തെ സീറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനി നമ്മുടെ ഈ പറയുന്ന ശ്രീലേഖ മത്സരിക്കുന്ന സീറ്റിൽ നിന്ന് പ്രശാന്തിനെ തോൽപ്പിച്ചുകൊണ്ട് ശ്രീലേഖ ജയിക്കുമെന്നാണോ, അതോ ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും BJPയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ തിരുവനന്തപുരത്ത് തന്നെ വേറെയും ആളുകളൊക്കെ തന്നെ മത്സരിക്കുന്നുണ്ട്, അവരാരെങ്കിലും ജയിക്കുമെന്നാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, മനോരമ ആർക്കുമില്ലാതെ ഇതേതാണ്ട് വിധിച്ചു കൊടുത്തേക്കാണ്. പിന്നെ CPMനെ അവർ വലിയ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല. ആ കാര്യമില്ലാത്തതുകൊണ്ട് CPM എന്തായാലും ഭരണത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം മാക്സിമം വന്നാൽ 69 സീറ്റ് വരും. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ഭരണത്തിൽ വരുത്തൂലടാ എന്ന് പറയുന്നൊരു വാശി അതിനകത്ത് നമുക്ക് കാണാം. പക്ഷേ ഈ പറയുന്ന എന്തായാലും BJPക്കാർ കൂടി സന്തോഷിക്കാം. കാരണം BJPക്കാർ കുറച്ച് ഈ പറയുന്ന പോലെ സാഫ്രാൻ കളറിലുള്ള ലഡു അവർ ജയിക്കുമ്പോൾ മനോരമയുടെ ഓഫീസുകളിൽ കൂടി കൊണ്ട് കൊടുക്കുമെന്നും ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതിനേക്കാൾ വലിയ ലഡു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കണ്ടത്തിൽ കുടുംബാംഗങ്ങൾക്ക് കിട്ടുമെന്നും ഞാൻ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും സർവേകൾ നടക്കട്ടെ. ഇത്തരത്തിലുള്ള കോമഡികളും തമാശകളും ഒക്കെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളത് മനോരമ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മനോരമയുടെ പത്രത്തിൽ വായിച്ചാൽ നമ്മൾ അഡിക്റ്റായി പോകുമെന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള വലിയ ടെൻഷനുകളുടെയും അവലാദികളുടെയും ഒക്കെ കാലത്ത് നമ്മൾ ഇതൊക്കെ വായിച്ച് സന്തോഷിക്കുകയും കോളമായി കൊള്ളുകയും ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ദേശാഭിമാനി ഞാൻ വരുത്തുന്നില്ല ഇതുപോലെ തന്നെ, പക്ഷേ ദേശാഭിമാനി നമ്മൾ വരുത്താൻ തുടങ്ങണം. കാരണം ദേശാഭിമാനി വായിക്കുമ്പോൾ ഈ നാട്ടിലൊരു പ്രശ്നമില്ലെന്നും മനോരമ വായിക്കുമ്പോൾ ഈ നാട്ടിൽ മുഴുവൻ പ്രശ്നമാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വലിയൊരു ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആ ബാലൻസിലേക്ക് കണ്ടത്തിൽ അച്ചായന്മാരുടെ ഇപ്പുറമേലെ വളരെ കൃത്യമായിട്ടുള്ളൊരു ബുദ്ധി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ ഫലം നമ്മളോട് പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വേണമെങ്കിൽ ഒരു 10-12 ഒക്കെ വരെ കൊടുക്കാമായിരുന്നു. എറണാകുളത്ത് നിന്ന് ഒരു 4 സീറ്റ് ജയിക്കുമെന്നും അതുപോലെ ഏറ്റുമാനൂരിൽ നിന്ന് 2 സീറ്റ് ജയിക്കും, കോട്ടയത്ത് നിന്ന് 2 സീറ്റ് ജയിക്കുമെന്നും പാലായിൽ നിന്ന് ഷോൺ ജോർജ് ജയിക്കുമെന്നും ഒക്കെ കൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായാനെ എന്നുള്ളതാണ് മനോരമയുടെ പ്രിയപ്പെട്ട സർവേക്കാരോട് എനിക്ക് പറയാനുള്ളത്.